ഒരു വിദ്യാർത്ഥി ഹന്ന വളരെ തന്റെ ജീവിതത്തിലെ വളരെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്, അത് ഇനിയും തുടരാനുള്ള നേട്ടങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല, ഇനിയും തുടരും. അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരിക്കൽ പറയാൻ പറ്റും, ഹന്നയെ ഞങ്ങൾക്കറിയാം. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ കോളേജിൽ എന്റെ കൂടെ പഠിച്ച വ്യക്തിയാണ്. അല്ലെങ്കിൽ എനിക്ക് പിന്നീട് അഭിമാനിക്കാൻ പറ്റും, ഹന്നയുടെ പള്ളിയിലെ വികാരിച്ചനായിരുന്നു ഞാനെന്ന് പറയുവാനായിട്ട് പറ്റുമാറ്. കൂടുതൽ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ അവരിലെ അതേ മനുഷ്യത്വത്തോടെ കാണുവാനും ഈശ്വരനും മനുഷ്യനും ഇടയിലുള്ള പ്രാർത്ഥനകളെ മനസ്സിലാക്കുവാനും എന്നെ ഏറെ സഹായിച്ചത് എഴുത്തുകാരിയാവുക എന്ന എന്റെ ഒറ്റ സ്വപ്നമാണ്. 2 സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടക്കുന്നത്. രണ്ടാമത് ഒരു പുസ്തകം, അതുപോലെ ഞാൻ ഏറെ ആഗ്രഹിച്ച് പഠിക്കുവാനായി എത്തിയ കലാലയത്തിൽ തന്നെ രണ്ടാമത് ഒരു പുസ്തക പ്രകാശനം നടക്കണമെന്നതും. എന്റെ രണ്ടാമത്തെ പുസ്തകം സാൻസ് 100 കാവ്യശകലങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ്. സാധാരണ കവിതാ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചോദ്യോത്തര രൂപേണയാണ് കവിതകൾ. കൗമാരത്തിന്റെ തീവ്ര കാലഘട്ടത്തിൽ ആശങ്കകളുടെ നീർച്ചാൽ ഒഴുകുമ്പോൾ എന്തിനും ഏതിനും ഈ ലോകത്ത് ഉത്തരമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് എന്റെ ഈ പുസ്തകം. കൗമാരക്കാരായ 6 കുട്ടികൾ തങ്ങളുടെ നല്ലൊരു ഗുരുനാഥനും കേൾവിക്കാരനുമായ ഇടവക വൈദികനോട് തങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കുകയും അദ്ദേഹത്തിന്റെ മറുപടി കവിതകളായി രൂപം പ്രാപിക്കുകയും മാറുന്ന കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങൾക്ക് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഈ പുസ്തകം അല്പം ട്രഡീഷണൽ കോൺസെപ്റ്റിലേക്ക് ചേർന്ന് നിൽക്കുന്നുവെന്ന് തോന്നാം. പക്ഷേ ഇതൊക്കെ കൗമാരത്തിന്റെ ആകുലതകൾക്കുള്ള, കൗമാരത്തിന്റെ അവസാന കാലഘട്ടത്തിലൂടെ പോകുന്ന ഒരു എഴുത്തുകാരിയുടെ ചിന്തകളും കണ്ടെത്തലുകളുമാണ്. കാവ്യഭാവനകൾ തൂലികയിൽ കുറിക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ എന്നെ സ്വാധീനിച്ചവരോടും വിമർശിച്ചവരോടും ഏറെ കടപ്പാടുണ്ട്. കാവ്യഭാവനകളും ചിന്തകളും ഈശ്വര കടാക്ഷമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കേറെ ഇഷ്ടം. ആദ്യമേ തന്നെ ഈശ്വരന് ഒത്തിരി നന്ദി. ഒരു എഴുത്തുകാരിയുടെ ജീവിതത്തിൽ അവളുടെ കുടുംബം നൽകുന്ന സ്വാധീനം ഏറെ വലുതാണ്. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. എഴുതുവാൻ തുടങ്ങിയ കാലം മുതൽ എനിക്ക് വലിയൊരു പിന്തുണയും കരുതലുമാണ് എന്റെ അച്ഛയും അമ്മയും. സത്യത്തിൽ എന്റെ കവിതകൾക്കുള്ള ശക്തി ഇവരാണ്. പ്രത്യേകിച്ചും അച്ഛയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ കവിതകൾ പ്രസിദ്ധീകരിക്കുക എന്നത്. അച്ഛയുടെ സ്വപ്നങ്ങളാണ്, നഷ്ടപ്പെട്ടു പോയ ആഗ്രഹങ്ങളാണ് എന്റെ കവിതകൾ. അച്ഛയും അമ്മയും സഹോദരനെയും നന്ദിയോടെ ഓർക്കുന്നു. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഉദാത്ത മാതൃകയാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ടെഡിയച്ചൻ. പുസ്തകം നൽകി ക്ഷണിക്കുവാനായി കടന്നു ചെന്നപ്പോൾ അച്ഛന്റെ മുഖത്തുതിർന്ന വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാവം ഒരിക്കലും മറക്കാനാവില്ല. അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. ഒത്തിരി തിരക്കുകൾക്കിടയിലും പുസ്തക പ്രകാശനത്തിന് എത്തുകയും വലിയൊരു സഹകരണം ആദ്യ പുസ്തക പ്രകാശനത്തിന്റെ സമയം മുതൽ നൽകുകയും ഇന്നത്തെ പ്രകാശനത്തിൽ സാന്നിധ്യത്താൽ ധന്യമാക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ പ്രകാശനത്തിന് ആശംസകൾ നൽകി സംസാരിക്കുന്ന മുൻ പ്രിൻസിപ്പൽ റെജി അച്ഛന് ഒത്തിരി നന്ദി. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാന പങ്ക് കലാലയ ജീവിതത്തിനാണല്ലോ. ആഗ്രഹിച്ചതിനും അപ്പുറത്ത് വിശാല മനസ്കരായ ഒത്തിരി അധ്യാപകരെ എനിക്കിവിടെ ലഭിച്ചു. ഓരോ അധ്യാപകരും എനിക്കേറെ പ്രിയപ്പെട്ടവരാണ്. എന്നിരുന്നാലും ചിലരെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർക്കാതിരിക്കുവാനും സാധിക്കുകയില്ല. ജ്യേഷ്ഠതുല്യമായ സ്നേഹത്തോടെ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ അതിനായി പരിശ്രമങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം ഒരുക്കി ഇന്ന് പുസ്തക പ്രകാശനത്തിന് വലിയ പങ്കുവഹിക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നെവിൽ സാർ. എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു എന്റെ കോളേജിൽ വെച്ച് ഒരു പ്രകാശനം. അതിന് തിരിതെളിയിച്ചത് നെവിൽ സാറാണ്. സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. കോളേജിൽ വന്ന അന്ന് മുതൽ എനിക്ക് വലിയൊരു പിന്തുണയും ഉണർവുമായിരുന്നു ഞങ്ങളുടെ മെന്റർ ജെറിൻ സാർ. ഒരുപാട് സ്നേഹവും കരുതലും ഉള്ളിലൊളിപ്പിക്കുന്ന വ്യക്തിയാണ് സാർ. സാറിനെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. എന്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമുള്ള വ്യക്തിയാണ് മോഹനച്ചൻ. ഒത്തിരി വിഷമങ്ങൾ നമ്മൾ ഒതുക്കി പിടിച്ച് നടക്കുമ്പോഴും അച്ഛന്റെ മനസ്സ് തുറന്ന പുഞ്ചിരിയും മുഖത്ത് അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ എന്തു പറ്റി പറഞ്ഞു എന്ന ചോദ്യവും മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ്. അച്ഛൻ എനിക്ക് നൽകിയ പിന്തുണകളെ നന്ദിയോടെ ഓർക്കുന്നു. എന്റെ എല്ലാ അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുന്നു. എന്റെ എഴുത്ത് ജീവിതത്തിൽ വലിയൊരു പങ്കും എന്റെ ഉയർച്ചയിലും താഴ്ചയിലും എന്റെ കിടാവിളക്കും. വീണ്ടും വീണ്ടും എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട്
എന്നെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ പുല്ലുകാട്ടച്ഛൻ. എഴുത്തിനെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഫ്രാൻസിസ് അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ പബ്ലിഷറും അങ്കിളുമായ ഡോക്ടർ ജോബിനസ് കൊട്ടാരം. എഴുതാൻ തുടങ്ങിയ കാലം മുതലേ എനിക്ക് വലിയൊരു പിന്തുണയും എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുകയും ചെയ്യുന്ന ജോബിനങ്ങളെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർത്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഭംഗിയായി നടത്താൻ സാധിച്ചതിൽ മുഖ്യ ഭാഗം വഹിച്ചത് എൻ്റെ സുഹൃത്തുക്കളാണ്. നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇനിയും എനിക്ക് പോകുവാൻ ഒത്തിരി ദൂരമുണ്ട്. പാതകൾ കല്ലും മുള്ളും നിറഞ്ഞതാവാം. എന്നിരുന്നാലും നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ മുന്നോട്ടുമുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ തിരക്കുകൾക്കിടയിലും എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും വൈദികർക്കും അധ്യാപകർക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Questions turn out to be certain relevant areas of human life, and these questions cover a wide range of topics, very relevant topics. It's about oneself and others. It is about religion and politics. Basically, it is about the meaning of life. What's the meaning of life? What's the worth of life? And the answers are really logical, very rational, very reflective. And here on every page you have a mentor in the form of Father Frank. And he gives answers in a very pithy and succinct manner. And they are really not just a few answers, but certain deliberations to ponder over, to reflect about. And mostly this book is dialogical, as I told you. This was actually a form of or style of writing in ancient days. We have heard of Greek philosophy. If you take the books of Aristotle, who can be called the father of many modern sciences, most of his books, probably all of them, are in dialogical form. It is in the form of a conversation. And the guru is Socrates, and there are disciples. And from Greek philosophy onwards, this has been the form of writing. And it is not a novel, it is not a fiction. And we cannot read it in one sitting, because it asks. ഈ പുസ്തക പ്രകാശന കാലത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ബഹുമാനായ എസ് പി കളഞ്ഞൽ പ്രിൻസിപ്പൽ ഫാദർ തെരീസി കഞ്ഞിപ്പറമ്പിൽ, സഹനമസ്യ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഡോക്ടർ നിതിൻ വർഗീസ്, ഇവിടെ സമീപനായിട്ടുള്ള മെൻ കോളേജ് പ്രിൻസിപ്പളും മലയാളം ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനമായ ഫാദർ കൊച്ചി കുര്യൻ, നമ്മുടെ സെന്റ് മേരീസ് ചർച്ചിൻ്റെ പ്രിയപ്പെട്ട വിചാരിച്ചൻ ഫാദർ ഫ്രാൻസിസ് പുല്ലുകാട്ട്, പ്രിയപ്പെട്ട പബ്ലിഷർ ഡോക്ടർ ജോബിനസ് കൊട്ടാരം, ഇവിടെ സമീപരായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായി മാറിയ അന്ന സിസ്റ്ററിനെ, ഈ ഇവിടെ സമീപരായിട്ടുള്ള പ്രിയപ്പെട്ട ഈ കോളേജിലെ അധ്യാപകര്, മറ്റ് സ്റ്റുഡൻസ്, അന്നയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, കുടുംബാംഗങ്ങള്, സുഹൃത്തുക്കള്, മറ്റ് സമീപരായിട്ടുള്ളത്, ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അന്നയുടെ രണ്ടാമത്തെ ബുക്ക്, രണ്ടാമത്തെ പോയം ഇന്ന് ഇവിടെ റിലീസ് ചെയ്യാം. ആദ്യത്തെ ബുക്ക് റിലീസ് ചെയ്ത സമയത്ത് ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് ഒരു +2 വിദ്യാർത്ഥി, +2 കഴിഞ്ഞേ ഉള്ളൂ, +2 കഴിഞ്ഞുള്ള വിദ്യാർത്ഥിയാണ്. അത് ഞാൻ ഷാളം കിട്ടിട്ട് അന്നയോട് പറഞ്ഞു, ഇനി എഴുതണം, നിങ്ങളെ പോലുള്ള ആളുകൾ നന്നായിട്ട് വളർന്നു വരണം. വന്നെത്തിരിക്കും നല്ല വളർത്തുള്ള മകനാണ്. സെന്റ് ബക്രാൻസ് കോളേജിലേക്കാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും മകനാൻ പറ്റും. അപ്പം നല്ല വളർത്തുള്ള മണ്ണിൽ എല്ലാ അധ്യാപകരും മാനേജ്മെന്റും നമ്മുടെ പ്രിൻസിപ്പളും ഒക്കെ നല്ല പ്രോത്സാഹനം നൽകുന്ന ഒരു സ്ഥലത്തേക്കാണ് വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഹന്നയ്ക്ക് കൂടുതലായിട്ടുള്ള ഒരു മോട്ടിവേഷൻ, അതോടൊപ്പം തന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, എഴുത്തുകാരെന്നും ജീവിക്കുകയാണ്. എഴുത്തുകാർക്ക് മരണമില്ല, അവരെന്നും ജീവിക്കും. ബാക്കി ആരെ നോക്കിയാലും കലാകാരന്മാരെ എഴുത്തുകാരെയും ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ജീവിതം
അവരെ ഈ ലോകത്തു നിന്ന് മൺമറഞ്ഞു പോയാലും അവര് ഈ ലോകത്തിന്, ഈ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ള അവരുടെ ആ എഴുത്തുകൾ, അല്ലെ അവരുടെ ആ രചനകൾ, അത് ഈ ലോകത്തിൽ നിന്ന് ആർക്കും പറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ അങ്ങനെ ക്ലാസ് പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കൊക്കെ ആകാൻ പറ്റും. നിങ്ങളും ഈ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത്, നമുക്കറിയാലോ സെൻറ് ഫ്രാൻസിസ് കോളേജിൽ ലൈബ്രറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ലൈബ്രറി ഒന്നാണ് സെൻറ് ഫ്രാൻസിസ് കോളേജിന്റെ ലൈബ്രറി. അപ്പം അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് വളരുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന സംശയമുണ്ട്. ഇപ്പോൾ അങ്ങനെ ആദ്യത്തെ പോയം സെക്കൻഡ് എക്കോസ് എന്നാണ്. നമുക്കറിയാം എന്താ പുണ്യത്തിന്റെ പ്രതിധ്വനികൾ, അല്ലേ? പുണ്യത്തിന്റെ പ്രതിധ്വനികൾ, അവ ആ മനസ്സിൽ എന്തിനേറെ നന്മകൾ, ആ നന്മകളുടെ പ്രതിധ്വനികളാണ് കവിതകൾ കൂടി ആ പ്രിയപ്പെട്ട ഈ 16 വയസ്സുള്ള അല്ലെങ്കിൽ 17 വയസ്സുള്ള അന്ന എഴുതി ബുക്കിലേക്ക് അല്ലെങ്കിൽ പുസ്തകത്താളിലേക്ക് പകർത്തി എഴുതി. തന്റെ മനസ്സിലുള്ള ആ ചിന്തകൾ, തന്റെ ഭാവനയിൽ കാണുന്ന ആ കാര്യങ്ങൾ, അത് കൃത്യമായി കുറിച്ചു വെച്ച്, നമുക്കറിയാം എല്ലാ എഴുത്തുകാരുടെ ജീവിതചരിത്രം പരിശോധിക്കുമ്പോൾ അവർ പല പ്രാവശ്യം എഴുതും, പല പ്രാവശ്യം ചുരുട്ടിക്കളയും, വീണ്ടും അവരെഴുതും, വീണ്ടും അത് ചുരുട്ടി മാറ്റും, വീണ്ടും അത് റീറൈറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും അവർക്ക് അവരുടെ മനസ്സിൽ തൃപ്തി വരുന്നത് വരെ അവരതിങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും. എന്നെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ നമുക്കറിയാം എല്ലാ നമുക്ക് എഴുത്തുകാരുടെയൊക്കെ അവരുടെ ആ ബുക്കുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അവരുടെ ജീവചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും അന്നയിൽ നമ്മളൊരു വലിയ ഭാഗ്യമാണ്. റനിയുടെ അടുത്ത സുഹൃത്താണ്. ഏറെ ഞങ്ങൾ കോളേജ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചാണ് പാഠം. അപ്പോൾ തീർച്ചയായും ഈ അന്ന ഇനി കൂടുതൽ ബുക്കുകൾ എഴുതാൻ വേണ്ടി സാധിക്കും. അതിനെ പറ്റിയ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പറ്റിയ ഗുണനിലത്താണ് വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രിൻസിപ്പൽസിനും നമ്മുടെ HOD ഒക്കെ മാനേജ്മെന്റും അധ്യാപകരും ഒക്കെ അനധ്യാപകരും ഒക്കെ അതിനുള്ള പ്രോത്സാഹനം നൽകും. വിദ്യാർത്ഥികൾ ഒന്നടക്കം. അതുകൊണ്ടാണ് അന്യ ക്ലാസ്സിലുള്ള എല്ലാ ആളുകളും ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായും ഇനി 2ാമതും 3ാമതും 4ാമതും ഇനി കൂടുതൽ ബുക്കുകൾ എഴുതി ഈ നമ്മുടെ ലോകത്തിന്, നമ്മുടെ സമൂഹത്തിന് നല്ല സംഭാവന ചെയ്യാൻ അന്നെ എന്നെ ഉച്ചപിടിക്ക് സാധിക്കട്ടെ. വളർന്നു വരുമ്പോൾ വലിയൊരു എഴുത്തുകാരായി മാറുന്ന സംശയമില്ല. എല്ലാവിധ ആശംസകളും വിജയങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഫ്രാൻസിസ് പുല്ലുകാട്ടച്ച എൻ്റെ തന്നെ ബാച്ച്മേറ്റ് ആണ്. അതുപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ട ജോബിനസ് കൊട്ടാരം, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ നിതിൻ വർഗീസ്, നമ്മുടെ കോളേജിന്റെ അഭിമാനം, ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ താരവുമായ പ്രിയപ്പെട്ട അന്ന ടെരേസ റെനി, മാതാപിതാക്കന്മാർ, ഹന്നയുടെ മാതാപിതാക്കന്മാർ, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ, ക്ലാസ്മേറ്റ്സ്, സുഹൃത്തുക്കൾ, SB കോളേജിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, പ്രശസ്ത വാഗ്മി നിരൂപകനും ഒക്കെയായിരുന്ന ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ഒരു നിരീക്ഷണം, ഒരുവന്റെ അവനവനോട് തന്നെയുള്ള ഭാഷണത്തിൽ കവിതയും, നിന്നോടുള്ള ഭാഷണത്തിൽ നാടകവും, അവനോടുള്ള ഭാഷണത്തിൽ നോവലും രചിക്കുന്നു എന്നാണ്. അതായത് തന്റെ തന്നെ റിഫ്ലക്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കവിത എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഹന്നയുടെ കവിതകൾ ഇന്നലെ ഞാൻ ആ പുസ്തകം കണ്ടു, വളരെ സന്തോഷവും അഭിമാനവും തോന്നി. അപ്പോൾ ആ കവിതയിലൂടെ പോയപ്പോൾ എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ചും ഇന്നലെ കിട്ടിയപ്പോൾ ഇന്ന് എന്താണ് പരിസ്ഥിതി ദിനമാണല്ലോ എന്ന് കരുതിക്കൊണ്ട് പെട്ടെന്ന് അതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നോക്കിയത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പ്രകൃതി, പ്ലാനറ്റിനെ കുറിച്ചുള്ള ചോദ്യവും, അങ്ങനെ കൗമാരക്കാരിയുടെ മനസ്സിൽ ഉതിരുന്ന ഏതെല്ലാം മേഖലകളിലെ ചോദ്യങ്ങളുണ്ടോ അതെല്ലാം അതിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട്. മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, പഠനമുണ്ട്, സ്വഭാവമുണ്ട്, വിശുദ്ധരുണ്ട്. ഏതെല്ലാം മേഖലകളിലൂടെ ഒരു കൗമാര മനസ്സ് സഞ്ചരിക്കാം
അവിടെ എന്തെല്ലാം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാമോ അതെല്ലാം വളരെ കൃത്യതയോടെയും അതിനേക്കാളേറെ ധ്യാനാത്മകമായി സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷം നൽകി. പ്രത്യേകിച്ച് ഞാൻ ആ പ്ലാനറ്റ് എർത്ത് അതിനെക്കുറിച്ച് തന്നെ അന്നയുടെ ആ കവിതയൊന്ന് വായിച്ചു നോക്കി. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആദരവും സന്തോഷവും അഭിമാനവും തോന്നി. കാരണം പ്രകൃതിയെക്കുറിച്ച് ഇത്രയേറെ ധ്യാനിക്കാതെ അങ്ങനെ ഒരു ഭാഗം ഉണ്ടാവില്ല. അതുതന്നെയാണ് ഈ കവിതയുടെ, അതായത് ഈ 100 കവിതകളുടെയും വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ജോബിനോട് പറയും, ജോബിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോബിൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ മുതലുള്ള പരിചയമുണ്ട്. ഞാനിവിടെ അധ്യാപകനായി ജോയിൻ ചെയ്യുമ്പോൾ ജോബിനിവിടെ വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ CSMന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഞാൻ CSMന്റെ ഡയറക്ടറായിരുന്നു, ജോബിനായിരുന്നു നമ്മുടെ കോളേജിലെ CSMന്റെ പ്രസിഡന്റ്. അന്ന് ഓൾ കേരള തലത്തിൽ CSMന്റെ മത്സരങ്ങളൊക്കെ നമ്മുടെ കോളേജിൽ വെച്ച് നടത്തി. ഇന്ന് ചാമ്പ്യന്മാരായപ്പോഴത്തേക്കും ജോബിനാണ് നേതൃത്വം കൊടുത്തത്. അങ്ങനെ തന്നെ എനിക്ക് ജോബിനെ അഭിമാനത്തോടെ ഞാൻ ഒരുമിച്ച് പ്രവർത്തിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങിയതാണ്. മാത്രമല്ല ജോബിന് ഇതിന് എന്തുകൊണ്ടും അർഹതയുള്ള ഒരാളാണ്, ഇത് പബ്ലിഷറാകാൻ അർഹതയുള്ള ആളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജോബിന്റെ ആദ്യ പുസ്തകവും ജോബിനിയുടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് റിലീസ് ചെയ്തത്. അത് നമുക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം, അതായത് സെന്റ് ഓഫ് കോളേജിലേക്ക് കടന്നു വന്ന ഒരു വിദ്യാർത്ഥി ഹന്ന വളരെ തന്റെ ജീവിതത്തിലെ വളരെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്, അത് ഇനിയും തുടരാനുള്ള നേട്ടങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊണ്ട് നിൽക്കുന്നില്ല, ഇനിയും തുടരും. കൂടുതൽ ആഴത്തിൽ ലോകം മുഴുവൻ അറിയുന്ന വ്യക്തിയായി മാറണമെന്നുണ്ടെങ്കിൽ എഴുത്തിലൂടെയാണ് അത് സാധ്യമാവുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഹന്നയുടെ ഈ ഒരു വലിയ നേട്ടത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനിയും എഴുതി ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാ നന്മകളും നേർന്നുകൊണ്ട് കൂടുതൽ പേർ ഈ പുസ്തകം വായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോ മൈക്കിൾ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കൃപാസനയിലൂടെ തന്റെ 2ാമത്തെ പുസ്തകം അല്ലെങ്കിൽ കവിതാ സമാഹാരം ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട കഥാകാരി അല്ലെങ്കിൽ കവയത്രി ഹന്ന റെനി കൊട്ടാരം, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്നലെ വൈകുന്നേരം ഒരു 8 മണിയോടുകൂടി ഈ ടീനേജ് സാങ്സ് എനിക്ക് കിട്ടി. അത് ലഭിച്ചത് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ വെച്ചാണ്. ജോ മൈക്കിൾ അവിടെ നമ്മുടെ പള്ളിയുടെ അടുത്ത് സ്ഥാപിച്ച ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ നിന്നാണ് ആ പുസ്തകം ഞാൻ അന്നയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഞാനത് വാങ്ങിക്കൊണ്ട് അവിടെ തൊട്ട് അടുത്ത് തന്നെ ഉള്ള ഒരു മതിൽ കയറിയിരുന്ന് അതൊന്ന് വായിക്കാൻ തുടങ്ങി. പുസ്തകം എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ഓടിച്ച് വായിച്ച് തീർന്നപ്പോൾ രാത്രി 10:30. അത്രയും സമയം ആ മതിലേലിരുന്ന് ഞാൻ ഈ പുസ്തകം മുഴുവൻ അതിലൂടെ എല്ലാം പോയപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി. കാരണം ഈ പെൺകുട്ടി ഞാൻ ആ പള്ളിയിൽ വന്ന കാലം മുതലേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. ഒരു +2 വിദ്യാർത്ഥിനിയാകുന്നതിന് മുമ്പ് തന്നെ ആ കാലഘട്ടത്തിൽ 1000-ൽ പരം ഇംഗ്ലീഷ് കവിതകൾ സ്വന്തമായിട്ട് രചിച്ച് അത് കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് എന്നറിഞ്ഞപ്പോൾ മുതൽ, കാരണം ആ കാലഘട്ടത്തിലൂടെയൊക്കെ ഞങ്ങളും കടന്നുപോയതാണ്. 1000 പോയിട്ട് ഒരു 2 ഡിവോഷൻ സോങ് എഴുതിയിട്ട് വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്താണ് 1000 കവിത എഴുതിയ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് ഇടയാകുന്നത്. വളരെ പുതുമയുള്ള ഈ പുസ്തകം ഞാനത് ആഴമായ, എനിക്കറിയാം ഓരോ പേജും അതിലൂടെ കടന്നു പോകണമെങ്കിൽ സമയം വേണം, ദിവസങ്ങൾ വേണം. എങ്കിലും പുതുമയുള്ള ഒരു പുസ്തകം, ഒരു ചോദ്യം, അതിന്റെ ഉത്തരം ഒരു കവിതയായി, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എന്റെ പരിമിതമായ അറിവ് രചിച്ചത് ഗ്രീക്ക് കാലഘട്ടങ്ങളിലേക്ക് ഒക്കെ പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് പരിചിതമല്ലാത്ത ഒരു കഥന രീതിയാണത്. ഒരു ചോദ്യം, അതിന്റെ ഉത്തരം ഒരു മനോഹരമായ ഒരു കവിത ആയിട്ട് അവതരിപ്പിക്കുക. അതായിരിക്കാം ഈ പെൺകുട്ടിയുടെ രചനാ വൈദഗ്ധ്യം എന്നെ പിടിച്ചിരുത്തിയത്. നമുക്കറിയാം, ചിലപ്പോൾ പുസ്തകം ചില മനുഷ്യർക്ക് ഭ്രാന്താണ്. അവര് വായിക്കാൻ തുടങ്ങിയാൽ പരിസരം മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഞാനും അവിടെ ഇരുന്ന് രാത്രി 10:30 വരെ അത് വായിച്ചു. ദൈവാനുഗ്രഹത്തിന് ആരും അത് കണ്ടില്ല. അത് കണ്ടിരുന്നെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ ഇടവകയിൽ പുതിയ ഒരു വാർത്ത വന്നതിന് നമ്മുടെ വികാരിച്ചിന് എന്തോ പറ്റിയിട്ടുണ്ട്. 10:30-ക്കൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിലിരുന്ന് കവിത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതൊരു വലിയ ഒരു സന്തോഷം. ഞാൻ എപ്പോഴും ഓർക്കുന്നത് പോലെ, നമുക്കറിയാം പുസ്തകം എന്ന് പറയുന്നത് ഒരു നിധിയാണ്.
ആ നിധി അമൂല്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇടത്ത് വെച്ച് തന്നെ ഈ പുസ്തകത്തിന്റെ പ്രകാശനം നടക്കുന്നത് വലിയ സന്തോഷമുണ്ട്. എനിക്കറിയാം, SB കോളേജിന്റെ ലൈബ്രറിയിലെ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു എന്റെ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഈ കോളേജിലുള്ള പുസ്തകങ്ങളെ കുറിച്ചും കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യർ ഒരുപക്ഷെ യവനികൾക്കുള്ളിൽ മറഞ്ഞുവെങ്കിലും ഇന്നും നമ്മളുടെ ലൈബ്രറികളിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പകർന്നു തന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. അത് ആ പുസ്തകങ്ങളിലൂടെ ഓരോ പുസ്തകവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലെ രചയിതാവിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും മനസ്സിൽ ചിന്തിക്കാൻ എങ്കിലും നമ്മൾ അല്ലെങ്കിൽ തിരികെ ആ ബുക്കിന്റെ പുസ്തകത്തിന്റെ പുറം എങ്കിലും ഒന്ന് നോക്കാൻ ശ്രമിക്കും. കാരണം ഇതാരായിരുന്നു എന്ന് അറിയുവാനായിട്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അമൂല്യമായ ചിന്താധാരകൾ ഒത്തിരിയേറെ കോർത്തിണക്കി ഒരു വജ്രമാല പോലെ മൂല്യമുള്ളതാണ് ഈ ടീനേജുകാരിയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഈ ചിന്തകളെന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു ശില്പിയെ പോലെ ചോദ്യങ്ങളും അതിനോടനുബന്ധമായിട്ടുള്ള ഉത്തരങ്ങളും എല്ലാം മനോഹരമായിട്ട് കോർത്തിണക്കി ഒരുപക്ഷെ അച്ഛന്മാർ സൂചിപ്പിച്ചതുപോലെ, പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമായ വിഷയങ്ങൾ, പല വിഷയങ്ങൾ അത് ഒരുപക്ഷെ ഒരു ആകുലതയായിട്ടോ സന്തോഷമായിട്ടോ അല്ലെങ്കിൽ ഇനി വരുവാനുള്ള സാധ്യതകളായിട്ടോ ഒക്കെ ഈ പേജുകളിൽ ഒഴുകി പരക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. മനോഹരം എന്നല്ല, ഒരുപക്ഷെ അതിമനോഹരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു കവിതാ സമാഹാരം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം പുസ്തകങ്ങളൊക്കെ സാധ്യമാണോ എന്ന് ചിന്തിച്ചു പോകുമാറ് മനോഹരമായിട്ട്, നിങ്ങളതൊരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കായിട്ട് എടുക്കണ്ട, അതൊരു പക്ഷേ നിങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം. കാരണം പഴയ ഒരു കാലഘട്ടത്തിന്റെ കവിതകളിൽ അഭിമാനം കൊള്ളുകയും അതിലെ ഇറ്റം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ആ പ്രതിഭകളുടെ ആ ഉറവ ഇന്നും പറ്റിയിട്ടില്ല എന്ന് നമുക്ക് വളരെ വളരെ എളുപ്പം മനസ്സിലാകും ഈ പുസ്തകത്തിന്റെ ആരംഭം മുതലുള്ള പേജുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയുള്ള പ്രതിഭകൾ ഇന്നും ഉണ്ട്, അതുണ്ടാകണം എന്ന് ഈ പുസ്തകം നമ്മളെ തെളിയിച്ചു തരികയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു പക്ഷേ ഞാനും ഓർക്കുകയായിരുന്നു ഈ സമയങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു പഴയ കാലഘട്ടത്തിൽ, സമയങ്ങൾ കടന്നുപോയ കാലഘട്ടത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുകൂടി ചിന്തിക്കാൻ ഈ പുസ്തകം എന്നെ പ്രേരിപ്പിച്ചു. ഇപ്രകാരമുള്ള ആശയങ്ങളും ഇപ്രകാരമുള്ള വാക്കുകളും പദങ്ങളും വൊക്കാബുലറി ഒരുപക്ഷെ അത്ഭുതാവഹമായിട്ടുള്ള രീതിയിൽ അതിനെ കോർത്തിണക്കിയതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ഒരു കാലഘട്ടത്തെ കുറിച്ചുകൂടിയൊക്കെ ഓർക്കുവാനും ഇതൊന്നും സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുവാനും ഒക്കെ ഒരവസരമായിട്ട് മാറി. ഞാൻ പറയുകയായിരുന്നു, ആദ്യത്തെ പുസ്തകം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തി. ആദ്യത്തെ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ഞാനുണ്ടായിരുന്നു, അതെന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷെ ഈ പുസ്തക പ്രകാശനം എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം ഇത് പ്രതീക്ഷിച്ചേ മതിയാവും. കാരണം ആ തൂലികയിൽ നിന്ന്, ആ പേനയിൽ നിന്ന്, ആ ചിന്തകളിൽ നിന്ന്, ധാരകളിൽ നിന്ന് ഇത് ഉത്ഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട GHN ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ആദരവ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. യഥാർത്ഥത്തിൽ അതാണ് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരം, ഒരു ആദരവാണ്. കാരണം ഇത്രത്തോളം കഴിവുകളും ഇത്രത്തോളം ചിന്താരീതികളും സഞ്ചരിക്കേണ്ട വഴികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഹന്ന, നീ എന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളത് സത്യമാണ്. അത് ഇനിയും തുടരും എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല ഈ പുസ്തകം വായിക്കുമ്പോൾ. ഇതിന്റെ പരിശ്രമങ്ങൾക്ക് ഞാൻ പ്രത്യേകമായിട്ട് പ്രണാമം അർപ്പിക്കുകയാണ്. കൈനീട്ടി അനുഗ്രഹിക്കുവാനായിട്ടുള്ള ഒരു ഭാഗ്യം അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞാൻ എല്ലാവരും ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. എന്നാൽ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളും അധ്യാപകരും സഹോദരനും അല്ലെങ്കിൽ പ്രസാധകരും എല്ലാം ഒത്തിരിയേറെ അവളെ പ്രോത്സാഹിപ്പിച്ചു. അതാണ് യഥാർത്ഥത്തിൽ മനോഹരമായ ഈ കവിതാ സമാഹാരത്തിന്റെ കാരണങ്ങൾ എന്ന് വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം. SB കോളേജിന്റെ ബഹുമാനപ്പെട്ട അധികാരികളെയും അധ്യാപകരെയും ഈ സമയത്ത് അവളെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഇനിയും മുമ്പോട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കെങ്കിൽ ഒരിക്കൽ പറയാൻ പറ്റും, ഹന്നയെ ഞങ്ങൾക്കറിയാം. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ കോളേജിൽ എന്റെ കൂടെ പഠിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് പിന്നീട് അഭിമാനിക്കാൻ പറ്റും. ഹന്നയുടെ പള്ളിയിലെ വികാരിച്ചനായിരുന്നു ഞാനെന്ന് പറയുവാനായിട്ട് പറ്റുമാറ് വളരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി അന്നയ്ക്ക് ഞാൻ ഈ സമയത്ത് നേരുന്നു. നിന്റെ സാഹിത്യ ലോകം ഇനിയും വിശാലമാകട്ടെ, കൂടുതൽ ഫലങ്ങൾ അതിൽ നിന്ന് പുറപ്പെടുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം.